ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي محمد أشرف الأعراب والعجم محمد خير من يمشي على قدمي محمد باسط المعروف جامعة محمد صاحب الإحسان والكلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون صدق الله العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള അബ്ദുൽ മജീദ് ബാക്കവി മഹ്മൂദ് ഹാജി ഇബ്രാഹിം ഹാജി, ഈ മഹത്തായ അനുഗ്രഹീത സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവാധിപനായ അല്ലാഹു ഈ മഹത്തായ സദസ്സിൽ നാം ചെലവ് ചെയ്യുന്ന ഓരോ സെക്കൻഡും അവന്റെ അടുക്കൽ വളരെ വിലപ്പെട്ട സമയമാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയ നാമേവരെയും നമ്മുടെ ബന്ധുമിത്രാദികളോടൊപ്പം അനുഗ്രഹങ്ങളുടെ വീടായ വിശാലമായ സ്വർഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ മഹാരഥന്മാർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ കൂട്ടുകാർ, എല്ലാവരുടെയും ഖബറിടം അള്ളാഹു സ്വർഗപൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ദീർഘമായ ഒരാമുഖം നടത്തേണ്ട ആവശ്യമില്ല. എപ്പോഴും പറയപ്പെടാറുള്ളതുപോലെ ഈ മഹത്തായ സദസ്സിന്റെ അല്ലെങ്കിൽ ഈ പ്രസംഗത്തിന്റെ ആത്മീയമായ കാമ്പ് ലഭിക്കണം എന്ന നല്ല നിയ്യത്തോടുകൂടെ ഒരല്പസമയം ഇൽമിന്റെ തണലിൽ നമുക്കൊത്തുകൂടാം. ഇവിടെ ഇരിക്കുന്ന സമയത്തോളം പ്രത്യേകമായ ഒരനുഭൂതി നമുക്ക് കരഗതമാവും. ആ ഒരു ലക്ഷ്യം നല്ലതാണെങ്കിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അദ്കിയായിൽ ഹദീസിന്റെ പിൻബലത്തോടുകൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, ഇൽമന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ
ആ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരുടെ സ്നേഹത്തിൻ്റെ, വിനയത്തിൻ്റെ, താഴ്മയുടെ, അംഗീകാരത്തിൻ്റെ ചിറകുകൾ വിരിച്ച് അവർക്ക് പ്രത്യേകമായ പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്നാണ് ഹദീസിന്റെ വെളിച്ചത്തിൽ മഹാനവർകൾ പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഒമൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇൽമിന്റെ ഒരധ്യായം പഠിക്കൽ മുത്തലഖായ 100 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ 200 സുജൂദ് ചെയ്തിട്ട് 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വം ഇൽമിന്റെ ഒരധ്യായം പഠിക്കലാണ്. അപ്പൊ ഈ സദസ്സിന്റെ വലിപ്പം നമ്മൾ അളക്കുന്നിടത്തു നിന്നും എത്രയോ വലുതാണ്. ആ പുണ്യമൊക്കെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കണമെന്ന് ഞാനും കരുതണം, നിങ്ങളും കരുതണം. ഏതൊരമലും അമലായി തീരുന്നത് ആത്മാർത്ഥത കൊണ്ടും നീയത്ത് കൊണ്ടും മാത്രമാണ്. അഭിനയം കൊണ്ടോ ജാടകൾ കൊണ്ടോ കപടനാട്യം കൊണ്ടോ അള്ളാഹു ആ അമൽ സ്വീകരിക്കില്ല. ആ ഒരു നീയത്തോടുകൂടെ ഒരല്പസമയം എല്ലാവരും ക്ഷമയോടുകൂടെ ഇരിക്കുക. നാം തുടങ്ങി വെച്ചത് വളരെ വിശാലമായ ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ നമ്മൾ ഇന്നലെ അല്ലാഹു തആല പ്രത്യേകമായ തണൽ കൊടുത്ത് അനുഗ്രഹിക്കുന്ന പ്രവിശാലമായ മഹ്ശർ മഹാസമ്മേളനത്തിൽ അള്ളാഹുവിന്റെ വിരുന്നുകാരായി കരുതപ്പെടുന്ന 4 വിഭാഗം ആളുകളെ നാം പരിചയപ്പെട്ടു. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയപ്പെടാനുള്ളത് 3 വിഭാഗം ആളുകളെയാണ്. ആ 3 വിഭാഗം ആരൊക്കെയാണെന്ന് വിശദീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 5ാമത്തെ കക്ഷിയായിട്ട് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണുന്നതാരെ? അവിടെ നിന്നാ നാം തുടങ്ങേണ്ടത്. നമുക്കവിടെ തുടങ്ങാം. വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ذات حسن وجمال فقال إني أخاف الله. 5ാമത്തെ കക്ഷി അതാണ്. വറജുലുൻ, ഒരു വ്യക്തി. എന്താണ് അവൻ ഇത്ര വലിയ തണൽ കൊടുക്കാൻ മാത്രം അവൻ ചെയ്ത പ്രവൃത്തി? അവനിൽ നിന്ന് ഇത്രമാത്രം വലിയ നന്മ എന്താണ് സംഭവിച്ചത്? ഹദീസിൽ കാണുന്നു, ദഅതുഹു, അവനെ വിളിക്കുന്നു, അവനെ ക്ഷണിക്കുന്നു. ആരാ ക്ഷണിക്കുന്നത്? ഇംറഅത്തുൻ, ഒരു പെണ്ണ്, ഒരു സ്ത്രീ അവനെ വിളിക്കുന്നു. എങ്ങനത്തെ സ്ത്രീയാ വിളിക്കുന്നത്? ഏതോ ഒരു അലവലാതി പെണ്ണല്ല. ചുവന്ന തെരുവിൽ കണ്ടാണുങ്ങളെയൊക്കെ കൈനീട്ടി വിളിക്കുന്ന പെണ്ണല്ല. വേശ്യാടനത്തിലൂടെ കുടുംബം നോക്കുന്ന പെണ്ണുമല്ല. പിന്നെയോ ദാതു ഹുസ്നിൻ വജമാൽ, നല്ല അഴകുള്ള, നല്ല ഭംഗിയുള്ള തറവാട്ടിൽ പിറന്ന ഒരു പെണ്ണ്. ആ പെണ്ണ് ഈ മനുഷ്യനെ വിളിക്കുന്നു. എന്തിനാ വിളിക്കുന്നത്? വ്യഭിചരിക്കാൻ. മനുഷ്യൻ അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അവന്റെ ശാരീരികമായ വികാരം എന്ന് പറയുന്നത്. നിസാരമായ വസ്തുതയല്ല. തന്റെ ഇണയെ കാണുമ്പോൾ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലെവിടെയോ നാമ്പെടുക്കുന്ന വികാരം, അത് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരുടെ എന്നല്ല, ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് അത് അനിവാര്യമാണ്. മനുഷ്യർക്ക് മാത്രമല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ദാരിയാത്തിൽ നമ്മൾ ഓതാറുണ്ട്, വമിൻ കുല്ലി ശൈഇൻ ഖലഖ്നാഹാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. വമിൻ കുല്ലി ശൈഇൻ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സർവ വസ്തുക്കളിലും ഖലഖ്നാ, നാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു, സൗജൈൻ,
ഇണകളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. എവിടെയും ഇണകളുടെ രണ്ട് വ്യത്യസ്തങ്ങളായ ഘടകങ്ങൾ ഒന്നിച്ചുകൂടുമ്പോൾ അത്ഭുതമുണ്ടാവുന്നത് നമുക്ക് കാണാം. ഈ മൈക്രോഫോണിന്റെ സൗണ്ട് പുറത്തേക്ക് വരണമെങ്കിൽ ഒരേപോലെയുള്ള രണ്ട് ഘടകങ്ങൾ ഇവിടെ വന്ന് മുട്ടിയാൽ ഇതിന് ശബ്ദമുണ്ടാവില്ല. രണ്ട് വ്യത്യസ്ത ഘടകങ്ങൾ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ഒന്ന് ചേർന്നാൽ ഇവിടെ മനോഹരമായ ശബ്ദമുണ്ടാവും. ഈ ട്യൂബ് ലൈറ്റിന് വെളിച്ചമുണ്ടാവണമെങ്കിൽ കറണ്ട് പാസ് ചെയ്യുന്ന ഒരു വയർ മാത്രം കൊണ്ടുവന്ന് തൊടിയിച്ചാൽ ഒരു ട്യൂബും കത്തില്ല. പിന്നെയോ വ്യത്യസ്തങ്ങളായ രണ്ട് ഘടകങ്ങൾ വമിൻ കുല്ലി ശൈഇൻ ഖലഖ്നാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. എന്തും അങ്ങനെ തന്നെയാണ്. ഈ കാണുന്ന മാവിന്റെ മേലെ 4 മാങ്ങ കായ്ക്കണമെങ്കിൽ ആ മാവിന്റെ മേലെ ഒരു തരത്തിലുള്ള പൂവ് മാത്രം ഉണ്ടായാൽ പോരാ. അതിന്റെ മേലെ ആൺപൂവുണ്ടാവണം, പെൺപൂവുണ്ടാവണം. എന്നിട്ട് ആൺപൂവ് പെൺപൂവിന്റെ ചെവിയിൽ ഒരു സ്വകാര്യം പറയണം. കുഞ്ഞുമക്കൾക്ക് മാങ്ങ കൊടുക്കണ്ടേ എന്നൊരു സ്വകാര്യം പറഞ്ഞ് അവര് ബന്ധത്തിലേർപ്പെടുമ്പോഴാണ് അതിന്റെ മേലെ മാങ്ങയുണ്ടാവുന്നത്.